വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന കടലപ്പൊടിയില്ലേ, ഫേസ് പാക്കിനും അതുപോലെ തന്നെ കുക്കിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കടലപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു ബൗൾ നിറച്ച് കടല എടുത്തിട്ടുണ്ട്. കടലയെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. റോസ്റ്റ് ചെയ്ത കടലയായിരിക്കും നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്നത്, എങ്കിലും നമ്മൾ അതിനെ ജസ്റ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എണ്ണയൊന്നും ഒഴിക്കേണ്ട. നമ്മുടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനെ നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് കടലയുടെ കളറൊക്കെ ഒന്ന് മാറി ആ ഒരു ഒരു ചെറിയൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരും. അതുവരെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാനിൻ്റെ കീഴിലേക്ക് വെച്ചിരിക്കാം. ചൂടൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലെ പൊടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ജാർ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കിട്ടും. നമുക്ക് പരിപ്പൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ എല്ലാ കടലയുടെയും തൊലിയൊന്നും പോയിട്ടുണ്ടാകത്തില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്നും ഇങ്ങനെ പാറ്റി കളയുമ്പോൾ ആ ഒരു തൊലിയും കാര്യങ്ങളും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ബാക്കിയുള്ള കടല നമ്മളതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കി പൊടിച്ചെടുക്കുക. നമുക്കൊരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം. അപ്പോഴേ ഇതുപോലെ നല്ല ഫൈനായിട്ട് പൗഡറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കടലപ്പൊടി ഇങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെറിയ തരികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, അതൊന്ന് കാര്യമാക്കണ്ട, നമുക്ക് അതിനെയൊക്കെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയൊക്കെ പാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു അരിപ്പ് എടുക്കുക. അതിലേക്ക് നമ്മുടെ കുറേശ്ശെയായിട്ട് നമ്മുടെ കടലമാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പാറ്റിയെടുക്കാം. പാറ്റിയെടുക്കുന്ന സമയത്ത് പാറ്റിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ജസ്റ്റ് അനക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നല്ല ഫൈനായിട്ടുള്ള പൗഡറായിട്ട് നമ്മുടെ കടലമാവ് കിട്ടും. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് പൗഡർ പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ കണ്ടോ, ഇതിൽ നമ്മുടെ തരിതരിയായിട്ടുള്ള അതും അതുപോലെ തന്നെ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പാറ്റിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ കടലപ്പൊടി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുക്കിംഗ് ആവശ്യത്തിനൊക്കെ വാങ്ങിക്കുന്ന കടല ഉണ്ടെങ്കിൽ ഒരു ബൗൾ കടല വെച്ചിട്ട് നമുക്ക് നന്ന അടിപൊളിയായിട്ട് കടലമാവ് റെഡിയാക്കി എടുക്കാം. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കടലമാവ് അല്ലാതെ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ മുഖത്തിന് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഹോം മെയ്ഡായിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കടലപ്പൊടി നമുക്ക് ആ ഒരു ബൗളിൽ ഉണ്ടായിരുന്ന കടല വെച്ചിട്ട് നമുക്ക് ഈ ഒരു വലിയ പാത്രം നിറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ നമ്മുടെ കടലമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫേഷ്യലായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ബജ്ജി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമ്മളൊരു കഴുകി ഉണങ്ങി ഒരു തുള്ളി പോലും വെള്ളാംശം ഇല്ലാതെ നമ്മളൊരു കുപ്പിയിലേക്ക് മാറ്റുകയാണ്. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൂത്തു പോകും. അതുകൊണ്ട് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങിയ ഒരു കുപ്പിയിലേക്ക് നമ്മളിതിനെ മാറ്റുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകളൊക്കെ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തി കൂടെ മറക്കല്ലേ. എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.